ഹായ്, വെൽക്കം ബാക്ക് ടു ഐഷാസ് ഫ്ലവേഴ്സ് ചാനൽ. ഐഷാസ് ഫ്ലവേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ വിശേഷം? ഞാൻ ഇന്നത്തെ ഉച്ചകത്ത് ലഞ്ചിൻ്റെ വിശേഷമായിരുന്നു കേട്ടോ. ഒരു കോട്ടയം സ്റ്റൈലിൽ മീൻ കറിയും ഒരു വെണ്ടക്ക കറിയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ മീൻ കറി ഞാൻ വിശദമായിട്ടിടുന്നുണ്ട്. വെണ്ടയ്ക്ക കറി ഞാൻ തേങ്ങ അരച്ചൊഴിച്ച് അത്ര തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആ ബെല്ലൈക്കൺ മക്കൾസ് ഒന്ന് അമർത്തി ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിനകത്ത് പുതിയ നമ്മൾ ഓരോരുത്തരുടെ യൂട്യൂബ് ചാനൽ കാണുമ്പോഴും പുതിയ അറിവുകൾ നമുക്ക് കിട്ടും. അപ്പോൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ നല്ല കാര്യം അപ്പോൾ അതിലും വലിയൊരു നല്ല കാര്യം എനിക്കിത് കിട്ടും. മത്തിയാണ് കിട്ടിയിരിക്കുന്നത്. 1 കിലോ മത്തിയുണ്ട്. അത് കുറച്ചേ എടുക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഉലുവയും കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഉലുവയിട്ട്, എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ആണ് ഇട്ടത്. കുടംപുളി ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ലോണം വഴറ്റി വരണം. ഉള്ളികളൊന്നും ഇട്ടിട്ടില്ല, ഉള്ളിയും പച്ചമുളകും ഒന്നും ഇട്ടിട്ടില്ല. കോട്ടയം സ്റ്റൈലിൽ കല്യാണ വീട്ടിലെ മീൻ കറി ഇങ്ങനെയാണ് ഉണ്ടാക്കുക കേട്ടോ. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി നല്ലോണം മൂത്ത് വന്നതിന് ശേഷം ഞാനിട്ടത് കാശ്മീരി ചില്ലിയാണ്. കാശ്മീരി ചില്ലി 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇതിനകത്തേക്ക് ഇട്ടിട്ട് മസാല നല്ല മൂത്ത് അതിൻ്റെ പച്ച മണം പോകണം കേട്ടോ. അപ്പോഴാണ് അതിന് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ അതിനകത്തേക്ക് മത്തിൻ്റെ പഞ്ഞി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ല ഉടയ്ക്കാതെ ഒന്ന് അതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്നിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഉടഞ്ഞൊന്നും പോലും ചെറുതാക്കി ഇങ്ങനെ തിരിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ എണ്ണയിലൊന്ന് കിടന്നിട്ട് ആ മത്തി ഒന്ന് ഇതായതിന് ശേഷം നമ്മൾ ചുടുവെള്ളം എടുത്ത് വെക്കണം. ചുടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ കറിയുടെ ടേസ്റ്റ് മൊത്തം മാറും കേട്ടോ. എന്നിട്ട് നമ്മളിതിങ്ങനെ ചെറിയ തീയിനകത്ത് നല്ലോണം തിളച്ച് കഴിഞ്ഞതിന് ശേഷം ചെറിയ തീയിനകത്തേക്ക് കൊടുത്തിട്ട് നല്ലോണം പറ്റിച്ച് വെക്കണം കേട്ടോ ഈ മീൻ കറി. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ചെറിയ ഫ്ലെയിമിനകത്ത് കൊടുത്തിട്ട് ഇങ്ങനെ വെള്ളം പറ്റിച്ചെടുക്കണം കേട്ടോ. മത്തീൻ്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞു തരണ്ടല്ലോ. മത്തി ഒരുപാട് നല്ല ഗുണങ്ങളുള്ള സാധനമാണ് കേട്ടോ. പിന്നെ ഞാനിങ്ങനെ വെണ്ടയ്ക്ക കറി വയ്ക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിനകത്തേട്ട് ഉലുവയും കടുകും പൊട്ടിച്ചിട്ട് മോര് കറിയാണ് കേട്ടോ. ഉലുവയും കടുകും പൊട്ടിച്ചിട്ട് വെളുത്തുള്ളിയും ചെറിയുള്ളിയും അരിഞ്ഞതും ഉണക്കമുളകും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ കേട്ടോ. സാധാരണ നമ്മൾ മോര് കറി വെക്കിടുമ്പോൾ തന്നെ വെണ്ടയ്ക്ക നല്ലോണം വഴറ്റി ആ പശപ്പ് മാറിയതിന് ശേഷം കുറച്ച് ചൂടുള്ള വെള്ളം കുറച്ച് മാത്രം അതിനകത്തേക്ക് ഒഴിക്കുക. ആ വെണ്ടയ്ക്കയിലൊന്നാം ഇതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് നമ്മൾ തേങ്ങയും ജീരകവും ഉള്ളിയും കുറച്ച് തൈരും കൂടിയും കൂട്ടി അടിച്ചിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു വെണ്ടക്ക മോര് കറിയായി കേട്ടോ. സിമ്പിളായിട്ട് എന്ത് നല്ല ടേസ്റ്റാണെന്നറിയാം കറിക്കൊക്കെ ഉണ്ടാവുന്നത്. ഇങ്ങനെ നിങ്ങളെല്ലാവരും ഒന്ന് വെച്ച് നോക്കി. ഞാൻ തക്കാളി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ലാസ്റ്റ് ആകുന്ന സമയത്ത് ഒരു ശകലം മുളക് പൊടി അതിനകത്തേക്ക് ഇട്ടിടണേ വഴറ്റുമ്പോഴേട്ടോ. എരിവ് കുറവാണ്, അതുകൊണ്ടാണ് മുളക് പൊടി ഇടുന്നത്. പച്ചമുളകിന് എരിവുണ്ട്. പിന്നെ ഇതേപോലെ കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് ആ വെണ്ടയ്ക്ക് ഒന്ന് ഇതായതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, അരച്ച് വെച്ച അരപ്പ് ഇതിനകത്തേക്ക് ഒഴിച്ച് ഇളക്കി കഴിഞ്ഞ് പിന്നെ താളിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നമ്മൾ ഇടാം, കായപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി കറിയായിട്ട്. ഓക്കെ, ബൈ, താങ്ക് യു.